എല്ലാ സ്നേഹിതർക്കും സഹോദരങ്ങൾക്കും ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം അറിയിക്കട്ടെ. നാം തുടർച്ചയായിട്ട് ചെയ്തു വരുന്ന പണവും ക്രിസ്ത്യാനിയും എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണിന്ന്. നേരിട്ട് സൂമിൽ പങ്കെടുക്കുന്നവർക്കും കൂടാതെ പല സോഷ്യൽ മീഡിയാസിൽ കൂടെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പല ലിങ്ക്സ് ഉപയോഗിച്ച് ഇത് കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്കും ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം അരുളട്ടെ. പണവും ക്രിസ്ത്യാനിയും, മണി ആൻഡ് ദ ക്രിസ്ത്യൻ, ഈ വിഷയത്തെക്കുറിച്ചാണ് ഈ ക്ലാസ് നടക്കുന്നത്. പണത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്നുള്ള വിഷയമാണ് ദ ഓണർഷിപ്പ് ഓഫ് മണി. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായത്. നാം ആരുമല്ല, സ്വർഗസ്ഥനായ പിതാവായ ദൈവമാണ് എല്ലാ ധനത്തിൻ്റെയും പണത്തിൻ്റെയും ഉടമസ്ഥൻ എന്ന് നാം കഴിഞ്ഞ ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. നാം ആരും ഉടമസ്ഥന്മാരല്ല, നാം കൈകാര്യം ചെയ്യുന്ന കാര്യവിചാരകന്മാർ മാത്രമാണ്. പണം ഒരു നല്ല ദാസൻ ആയിരിക്കുമ്പോൾ തന്നെ അതിന് നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്താൽ അത് ക്രൂരനായ ദോഷമുള്ള ഒരു യജമാനനായി മാറും എന്നും നാം കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി. തുടർന്ന് ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നാം കടക്കുകയാണ്. പണത്തിൻ്റെ അടിമത്തം അഥവാ പണത്തിൻ്റെ വഞ്ചന എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ ക്ലാസ്സിൽ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. ദ ബോണ്ടേജ് ഓഫ് മണി. ധനത്തിന് നമ്മെ അടിമപ്പെടുത്തുവാൻ കഴിയും. അതുകൊണ്ടാണ് അടിമത്തം എന്ന് പറയുന്നത്. വിശേഷാൽ ഈ ക്ലാസ്സിൽ വായ്പ വാങ്ങുന്നതിനെക്കുറിച്ചും കടക്കാർ ആയിരിക്കുന്നതിനെക്കുറിച്ചും നാം ചിന്തിക്കുന്നതായിരിക്കും. ടു ബി എ ഡെറ്റർ, ആ കാര്യത്തെക്കുറിച്ച് നാം ഇന്ന് കേൾക്കുന്നതായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് പണത്തിൻ്റെ അഥവാ ധനത്തിൻ്റെ വഞ്ചന എന്ന് ആദ്യം തന്നെ നമുക്ക് ചിന്തിക്കാം. ബൈബിൾ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നാം കഴിഞ്ഞ ആഴ്ചയും ചിന്തിച്ചുവല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ഒരു വിഷയം ദൈവരാജ്യം എന്നതായിരുന്നു. അത് കഴിഞ്ഞാൽ ധനത്തെക്കുറിച്ച് കർത്താവ് ധാരാളം സംസാരിക്കുകയുണ്ടായി. കപടഭക്തി, ഹിപ്പോക്രസി എന്നുള്ള വിഷയത്തെക്കുറിച്ചും യേശു ധാരാളം സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് പണം എന്നുള്ള വിഷയം, ധനം എന്നുള്ള വിഷയം നാം അറിഞ്ഞിരിക്കേണ്ടതും അതിൻ്റെ വഞ്ചനയിൽ നിന്നും വിടുവിക്കപ്പെടേണ്ടതും ആവശ്യമാണ്. നോ ദ ഡിസെപ്ഷൻ ഓഫ് മണി. ആ കാര്യത്തെക്കുറിച്ച് ആണ് ഒന്നാം ഭാഗമായിട്ട് ഇന്ന് നാം ചിന്തിക്കുന്നത്. അതിനാധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാം വചനം നമുക്ക് വായിക്കാം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സസ് 9 and 11. 9ഉം 11ഉം വചനങ്ങൾ വായിക്കാം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് ഫലമേൽപ്പിക്കും? ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ കർത്താവ് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം, മാമോൻ അഥവാ ധനം, അതിൽ ഒരനീതി ഉൾപ്പെട്ടിരിക്കുന്നു. അനീതിയുള്ള മാമോൻ അഥവാ അനീതിയുള്ള പണം എന്നാണ് കർത്താവ് 2 പ്രാവശ്യം 9ഉം 11ഉം വചനങ്ങളിൽ പറയുന്നത്. ദി മണി ദാറ്റ് ഈസ് അൺറൈച്ചസ്. അതുകൊണ്ട് നാം ആദ്യം തന്നെ ഗ്രഹിക്കേണ്ട ഒരു കാര്യം, പണം എന്ന് പറയുമ്പോൾ അത് വളരെ നിർദോഷമായ ഒരു കാര്യമല്ല. അതിനുള്ളിൽ അടിസ്ഥാനപരമായിട്ടും ഒരല്പം അനീതി ഉൾക്കൊള്ളുന്നുണ്ട്. അതിനെ നാം കൂടുതൽ കൈകാര്യം ചെയ്താൽ, കൂടുതൽ ഉപയോഗിക്കുകയും കൂടുതൽ സ്വന്തമാക്കുകയും അതിൽ ആശ്രയം വെക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അനീതി, അതിൻ്റെ ദോഷങ്ങൾ നമുക്ക് വ്യക്തമായി വരും എന്നുള്ളത് സത്യമാണ്. ഇനി മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 22ഉം 23ഉം വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ധനം അഥവാ പണത്തിന് ഒരു വഞ്ചനയുണ്ട്, ഒരു ഡിസെപ്ഷനുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വായിക്കാം. മാത്യു Gospel chapter 13 verses 22 and 23. മുള്ളിനടിയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു.
നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കർത്താവ് സംസാരിക്കുമ്പോൾ താൻ പറയുകയാണ്, ധനത്തിൽ ഒരു വഞ്ചനയുണ്ട്. ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് ആ കേൾവിക്കാരനായ വ്യക്തി നിഷ്ഫലനായി തീർന്നു പോകുന്നു. നാം ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ദ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ്. പണത്തിൽ അനീതിയുണ്ട്. അടിസ്ഥാനപരമായിട്ടും അതിൽ അനീതി ഉൾപ്പെട്ടിരിക്കുന്നു. അതിൽ ഒരു വഞ്ചനയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ആദ്യം തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ശരി, അടുത്തതായിട്ട് പണത്തെക്കുറിച്ച് പറയുമ്പോൾ നാം വായിക്കുന്നു, ധനസ്നേഹം, ധനത്തോടുള്ള സ്നേഹം സകലവിധ ദോഷത്തിനും കാരണമായി തീരുന്നു. ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. 1 തിമോഥെയോസ് 6-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 Timothy chapter 6 verses 8, 9 and 10. ഉന്മാനം ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഈ വചനം വിശദീകരണം ആവശ്യമില്ല. ദ ലവ് ഓഫ് മണി, ദ്രവ്യാഗ്രഹം എന്നുള്ള പഴയ മലയാളം വാക്കിൻ്റെ ഇന്നത്തെ തർജ്ജിമ ധനസ്നേഹം, പണസ്നേഹം എന്നാണ്. പണത്തോടുള്ള സ്നേഹം ഒരുവൻ്റെ ഹൃദയത്തിൽ വർദ്ധിക്കുകയും അത് വാരിക്കൂട്ടാനും സ്വന്തമാക്കി ആർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കാനും ആഗ്രഹിക്കുമ്പോൾ അതിനെയാണ് ദ്രവ്യാഗ്രഹം അഥവാ ധനസ്നേഹം, പണസ്നേഹം എന്ന് പറയുന്നത്. അത് സകലവിധ ദോഷത്തിനും കാരണമായിരിക്കുന്നു. ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഈവിൾ. അക്കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ജീവിക്കാൻ പണം ആവശ്യമാണ്. എന്നാൽ പണത്തിൻ്റെ അടിമത്തം നമ്മിൽ വന്നു കഴിഞ്ഞാൽ അത് പലതരം ദോഷത്തിലും ആത്മീയമായ നമ്മുടെ അധപ്പതനത്തിനും കാരണമാകും എന്നാണ് ഈ തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്. പണം എന്നുള്ളത് അതിൽ വഞ്ചനയുണ്ട്, അതിൽ അനീതിയുണ്ട്. മാത്രമല്ല, ആളുകൾ നമ്മുടെ തലമുറയിൽ നോക്കിയാൽ അനേകം വളഞ്ഞ വഴികൾ പ്രയോഗിച്ച്, കൗശലങ്ങളും സൂത്രങ്ങളും ഒക്കെ പ്രയോഗിച്ച്, തെറ്റായ മാർഗങ്ങൾ പ്രയോഗിച്ച് ധനം സമ്പാദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അവിശ്വാസികൾ ധാരാളമായിട്ടും ഇന്ന് വിശ്വാസികളും ആ കാര്യത്തിൽ ഇടപെടാറുണ്ട്. നമ്മുടെ തലമുറയിൽ പലതരത്തിലുള്ള സ്കാംസും കുംഭകോണങ്ങളും പണം തട്ടിപ്പും അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആളുകളെ പറ്റിച്ച് പണം തട്ടിയെടുക്കുന്ന രീതി, അത് പുതിയ പുതിയ മാർഗങ്ങൾ ആളുകൾ ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, എങ്ങനെയെങ്കിലും ആരെ പറ്റിച്ചാണെങ്കിലും എനിക്ക് സ്വത്തുണ്ടാക്കണം, എനിക്ക് ധനവാനാകണം. ഈ ഒരു ചിന്താഗതി ആളുകളുടെ മനസ്സിൽ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ യെരുശലേമിൽ ചെന്നപ്പോൾ, അവിടെ യെരുശലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ, അവിടെ ദൈവാലയത്തിനകത്തുള്ള ആ ബിസിനസ്, ആ വ്യാപാരം കണ്ടിട്ട് യേശുവിന് വളരെ ദുഃഖമുണ്ടായി. അവിടെ മത നേതാക്കന്മാരുടെ ഒത്താശയോടെ വലിയ ബിസിനസ്സും ലാഭമുള്ള കച്ചവടവും അവിടെ ആളുകൾ നടത്തിപ്പോന്നു. ഈ ലാഭത്തിൻ്റെ ഒരു ഭാഗം മത മേധാവികൾക്കും ലഭിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ചു. യേശു അത് കണ്ടിട്ട് ദുഃഖിച്ചു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളോ ഈ ആലയത്തെ, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഒരു കേന്ദ്രമാക്കി മാറ്റി, കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. യു ഹാവ് മെയ്ഡ് ഇറ്റ് എ ഡെൻ ഓഫ് തീവ്സ്. ഇത് നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ പേരിൽ, പ്രത്യേകിച്ചും ആത്മീയ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് നാം ആരും പണമുണ്ടാക്കുവാൻ, പണം നേടുവാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. ദൈവഭക്തി, പ്രസംഗ ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടിയുള്ള വേല ഒരിക്കലും ആദായം ഉണ്ടാക്കാനും പണസമ്പാദനത്തിനുമുള്ള മാർഗമായി ആരും ചിന്തിച്ചുകൂടാ. ഇന്ന് ഈ കാലത്ത് പലരും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ആത്മീയ ശുശ്രൂഷ ഉപയോഗിച്ച് പണം നേടുകയും കോടീശ്വരന്മാരായിത്തീരുകയൊക്കെ ചെയ്യുന്ന വലിയ പ്രസംഗകർ നമ്മുടെ തലമുറയിൽ ഉണ്ട് എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുതയാണ്.
ആളുകൾ വളരെ കള്ളം പറയുകയും തെറ്റായ മാർഗങ്ങൾ അവലംബിക്കുകയും തെറ്റായ ഡോക്യുമെൻറ്റ്സ് ഒപ്പിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യും. അല്പം കൂടെ പണം സമ്പാദിക്കുവാൻ വേണ്ടി ആളുകൾ ഇതെല്ലാം ചെയ്യുന്നു. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. അല്പം പണം കിട്ടും, കൂടുതൽ നേട്ടമുണ്ടാകും എന്ന് വെച്ച് ചെറിയൊരു കള്ളം പറയുവാൻ നാം തുനിയുമോ? നാം ദൈവമക്കളായതുകൊണ്ട്, ക്രിസ്ത്യാനികളായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ആരും അങ്ങനെയുള്ള മാർഗത്തിലേക്ക് ചിന്തിക്കരുത്. ക്രിസ്തുവിൻ്റെ മാർഗം സത്യത്തിൻ്റെ മാർഗമാണ്. അതിലൊരു വ്യാജവും ഭോഷ്കും വളഞ്ഞ വഴികളും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. ക്രിസ്തീയ ശുശ്രൂഷകൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കാലത്ത് ധനസമ്പാദനത്തിനുള്ള മാർഗമായി ആളുകൾ ഉപയോഗിക്കാറുണ്ട്. നാം അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് മാറി നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്ക് തിരുവെഴുത്തിൽ നിന്നും നോക്കിയാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം പരിശോധിക്കുമ്പോൾ അനേകം ആളുകളെ കാണുവാൻ സാധിക്കും. ഇവരൊക്കെയും ധനത്തോടുള്ള ആർത്തി നിമിത്തം, ധനസ്നേഹം നിമിത്തം അവരുടെ ആത്മീയ ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് മരണം ഏൽക്കേണ്ടി വന്നു, അവർക്ക് സകലവും നഷ്ടപ്പെട്ടു. ഞാൻ ബൈബിളിലെ ആ വാക്യങ്ങൾ എടുത്തു വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അറിയാവുന്നതുകൊണ്ട് ആളുകളുടെ പേര് പറഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നു. ആദ്യത്തെ വ്യക്തി ലോത്ത് ആണ്. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായിരുന്ന ലോത്ത് അബ്രഹാമിനോട് ഒരുമിച്ച് കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കനാൻ ദേശത്തെത്തിയ ലോത്ത് ഒരുമിച്ചായിരുന്നു അവരുടെ ജീവിതവും സഞ്ചാരവും ഒക്കെയും. എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ലോത്തിൻ്റെ തനിനിറം വ്യക്തമായി. ലോത്ത് തനിക്ക് മെച്ചമായ ഇടം നോക്കി തനിക്ക് വേണ്ടി തന്നെ തിരഞ്ഞെടുപ്പുകൾ നടത്തി. ദൈവഭക്തനായ തൻ്റെ അങ്കിളിനെ വിട്ടുപിരിഞ്ഞ് ദൈവഭക്തരല്ലാത്ത പാപികളായ മനുഷ്യരുടെ ഇടയിലേക്ക് പോയി ചെന്ന് പാർക്കുകയും അവിടെ പട്ടണം പണിയുകയും അവിടെ സമ്പത്തുണ്ടാക്കുകയും അവിടെ വലിയവനാകുകയും ഒക്കെ ചെയ്തു എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് ഒടുവിൽ കാണാൻ സാധിക്കുന്നത് ലോത്ത് ധനത്തിന് വേണ്ടി ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിച്ചുവെങ്കിലും ഒടുവിൽ അവൻ സമ്പാദിച്ചത് മുഴുവനും അവൻ്റെ കുടുംബവും അവൻ്റെ യശസ്സും അവൻ്റെ സൽപ്പേരും എല്ലാം ഒടുവിൽ അവന് നഷ്ടമായി. എത്ര സങ്കടകരമാണ്! അതുകൊണ്ടല്ലേ നാം വായിച്ച വാക്യത്തിൽ ധനസ്നേഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു എന്ന് നാം വായിച്ചത്. ലോത്തിൻ്റെ കാര്യത്തിൽ അക്ഷരം പ്രതി അത് നിറവേറുകയുണ്ടായി. താൻ നേടിയതെല്ലാം, അവൻ്റെ കുടുംബത്തിൻ്റെ മാന്യതയും മഹിമയും എല്ലാം നഷ്ടപ്പെട്ടു. വളരെ വളരെ അപമാനകരമായൊരു അന്ത്യമാണ് ലോത്തിനുണ്ടായത്. അതിനുശേഷം നാം കാണുന്നു, ലോത്തിന് ശേഷം ബിലയാമിനെക്കുറിച്ച് കാണാൻ സാധിക്കും. ബിലയാം വലിയ കാര്യങ്ങൾ സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു. അയാൾ ഒരു യഹൂദനോ മറ്റോ ആയിരുന്നില്ല, എങ്കിലും ദൈവവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് നാം കാണുന്നത്. എങ്കിലും ബിലയാമിനെ സംബന്ധിച്ച് ആരാണോ അവന് കൂടുതൽ പണം ഓഫർ ചെയ്തത്, കൂടുതൽ ബഹുമാനം ഓഫർ ചെയ്തത്, അവർക്ക് അനുകൂലമായ നിലപാടെടുത്തു. ഇസ്രായേൽ ജനത്തിന് ശപിക്കുവാൻ വേണ്ടിയാണ് ബാലാക്ക് അയാളെ വിളിച്ചുകൊണ്ട് വന്നത്. എങ്കിലും ഇൻഡയറക്റ്റായിട്ട്, നേരിട്ടല്ലാതെ ഇസ്രായേലിനെ നശിപ്പിക്കുവാനുള്ള മാർഗം ഉപദേശിച്ചു കൊടുത്തു എന്ന് നാം ദൈവവചനമായ വേദപുസ്തകത്തിൽ വായിക്കുന്നു. എന്നാൽ ഒടുവിൽ വളരെ ദയനീയമായ രീതിയിൽ യുദ്ധത്തിൽ ഈ ബിലയാം കൊല്ലപ്പെട്ടു എന്ന് നാം കാണുന്നു. ബിലയാമിന് ആഗ്രഹമുണ്ടായിരുന്നു, ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ എന്നൊക്കെയും താൻ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അങ്ങനെ സംഭവിച്ചില്ല. ഭക്തന്മാർ മരിക്കുന്നത് പോലെ താൻ മരിച്ചില്ല. ദയനീയമായിട്ടാണ് താൻ മരിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ആഖാനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ആഖാൻ വിലക്കപ്പെട്ട വസ്തുക്കൾ എടുത്ത് തനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു. ഒടുവിൽ വളരെ ദയനീയമായി അവൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കാണാൻ കഴിയും. ആഖാന് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആഹാബ് രാജാവിനെക്കുറിച്ച് നമുക്ക് കാണാം. പണത്തിനു വേണ്ടി, തോട്ടം നേടുവാൻ വേണ്ടി കൊലപാതകം നടത്തുവാൻ ആഹാബ് മടിച്ചില്ല. എന്നാൽ ആഹാബിൻ്റെ അന്ത്യം എത്രയും ദയനീയമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചില ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു പോകാം. ഒന്ന് സക്കായിയാണ്. അദ്ദേഹം റോമാക്കാർക്ക് വേണ്ടി ടാക്സ് പിരിച്ചെടുക്കുന്ന ഒരു യഹൂദനായിരുന്നു. എങ്കിലും അദ്ദേഹം വലിയ സമ്പന്നനായ ധനവാനായ മനുഷ്യനായിരുന്നു. കാരണം അനീതി ഉപയോഗിച്ച് അദ്ദേഹം ജനങ്ങളിൽ നിന്നും കൂടുതൽ പണം പിരിച്ചെടുക്കുകയും
ഒക്കെ ചെയ്തു. അങ്ങനെ അയാൾ ധനവാനായി തീർന്നു. എന്നാൽ നല്ലൊരു കാര്യം, ഒടുവിൽ യേശുവിനെ കണ്ടപ്പോൾ സക്കായി മാനസാന്തരപ്പെട്ടു. അന്യായമായി സമ്പാദിച്ച പണമൊക്കെയും താൻ തിരികെ കൊടുക്കുവാൻ തീരുമാനിച്ചു. യേശു പ്രഖ്യാപിച്ചു, ഈ കുടുംബത്തിന് രക്ഷ വന്നു. അവൻ്റെ കാര്യം അനുഗ്രഹമായിട്ട് പരിണമിച്ചു. രണ്ടാമത് യൂദാ ഇസ്കരിയോത്താവിനെക്കുറിച്ച് കാണാൻ കഴിയും. അയാളും പണസ്നേഹിയായിരുന്നു. പണം ആഗ്രഹിച്ചു, എങ്ങനെ എനിക്ക് നേട്ടമുണ്ടാക്കാം. തൻ്റെ യജമാനനെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് തന്നെ പണം സമ്പാദിച്ചു. ഒടുവിൽ യൂദാ ഇസ്കരിയോത്താവിൻ്റെ അവസ്ഥ ഏറ്റവും ദയനീയമായിരുന്നു. അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് യേശു പറയത്തക്ക അളവിൽ അവൻ്റെ ജീവിതം അധപ്പതിച്ചു പോയി. നാം അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് അനന്യാസും സഫീറയും. അവർ നല്ല കാര്യം ചെയ്തു, വസ്തു വിറ്റ് ദേവദാസൻ്റെ കാൽക്കൽ കൊണ്ട് വെച്ചു. എന്നാൽ അദ്ദേഹവും ഭാര്യയും മരിച്ചു വീണു. കാരണം പരിശുദ്ധാത്മാവിനോട് വ്യാജം പ്രവർത്തിച്ചു എന്നാണ് നാം അവിടെ കാണുന്നത്. പണസ്നേഹം അവരെ വ്യാജത്തിലേക്ക് നടത്തി എന്നുള്ളതാണ് ചുരുക്കം. ഇനിയും പൗലോസ് അപ്പോസ്തലൻ്റെ കൂടെ ശുശ്രൂഷകനായി തൻ്റെ കൂടെ സഞ്ചരിച്ച ദേമാസിനെക്കുറിച്ചും നാം വായിക്കുന്നു. ദേമാസ് എന്ത് ചെയ്തു? വളരെ നല്ല ഒരു ശുശ്രൂഷക്കാരനായിരുന്നു, പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ ദേമാസിൻ്റെ കാഴ്ച മാറിപ്പോയി. ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി എന്ന് ദേമാസിനെക്കുറിച്ച് നാം വായിക്കുന്നു. പണത്തെ സ്നേഹിച്ചു എന്ന് ചുരുക്കം. തെസലോനിക്ക ഒരു വലിയ ബിസിനസ് കേന്ദ്രമായിരുന്നു. അവിടെ പോയാൽ പണമുണ്ടാക്കാം. ഈ സുവിശേഷ വേലയിൽ ഉള്ളതിനേക്കാളും തനിക്ക് നേട്ടവും ലാഭവും ഉണ്ടാക്കാം എന്ന് കരുതി ദേമാസ് കർത്താവിനെ ഉപേക്ഷിച്ച് പൗലോസിനെ വിട്ട് ഈ ലോകത്തിലേക്ക് തിരിഞ്ഞുപോയി. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത്? നിങ്ങൾ സേവിച്ച് കൂടെ നിൽക്കുന്ന അത് ആരാണ്? അത് ദൈവത്തെയാണോ പണത്തെയാണോ? നിങ്ങൾക്ക് ദൈവവും ദൈവത്തിൻ്റെ കാര്യവും സുവിശേഷവും സഭയും ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണവും അതിൻ്റെ വ്യാപൃതിയും ഒക്കെയാണോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്? അതോ പണം നേടുന്നതാണോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്? ഈ ലോകത്തിൽ പണം ആവശ്യമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താല്പര്യം, നിങ്ങളുടെ സ്നേഹം ഏതിലേക്കാണ് ആയിരിക്കുന്നത്? വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം അഥവാ നിങ്ങളുടെ ആശ്രയം പണത്തിലാണോ അതോ കർത്താവിലാണോ? ആ കാര്യം ഇന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനമായ ബൈബിളിൽ കൂടെ നാം നോക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറകളിലൊക്കെ നാം നോക്കിയാൽ, ദൈവഭക്തന്മാരായ മനുഷ്യർ എല്ലായ്പ്പോഴും ദൈവത്തെ ആശ്രയിച്ച് മുറുകെ പിടിച്ച് ദൈവത്തോട് കൂടെ അവർ ജീവിച്ചു നടന്നു. എന്നാൽ പണത്തെ അവർ ഒരു ദാസൻ എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു. They trusted God, they loved God, and also they used money in the right way. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കും ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ആ ഒരു വെല്ലുവിളി അതാണ്. പണത്തെ നമ്മുടെ ദാസനായി നമ്മുടെ കാൽ കീഴിലാക്കുക, ദൈവത്തിന് മുഖ്യത്വവും കൊടുക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ആശ്രയിക്കുക. ഇതുവരെ പണത്തിൻ്റെ വഞ്ചനയെക്കുറിച്ചാണ് നാം ഒന്നാം ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. രണ്ടാം ഭാഗം പണത്തിൻ്റെ അപകടം, ദ ഡേഞ്ചർ ഓഫ് മണി, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ വായ്പ വാങ്ങുന്നതിൻ്റെ അപകടം, ഡേഞ്ചർ ഓഫ് ഡെറ്റ്സ്. അതിനെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. ഈ പണത്തിൻ്റെ ആപത്ത് എന്ന് പറയുമ്പോൾ ആളുകൾ കടം വാങ്ങിച്ച് ജീവിക്കുവാൻ ഈ തലമുറയിൽ, നാം ജീവിക്കുന്ന ഈ തലമുറയിൽ വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ പണം വായ്പ വാങ്ങി പണം മറിച്ച് ലാവിഷായിട്ട് ജീവിക്കുക. ഒടുവിൽ അത് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്ത് പണം വീണ്ടും ഉണ്ടാക്കി അത് റോള് ചെയ്യുക. ഇതൊക്കെ ഈ തലമുറയിൽ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു തത്വം നമുക്ക് ബൈബിളിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. എല്ലാത്തരം വായ്പ വാങ്ങുന്നതിൽ നിന്നും കടക്കാരായിരിക്കുന്നതിൽ നിന്നും വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള കൽപ്പനകൾ തിരുവെഴുത്തിൽ നിന്ന് കാണാൻ സാധിക്കും. 3 വചനങ്ങൾ വായിക്കാം. ഒന്നാമത് റോമർ 13-ാം അധ്യായം 8-ാം വചനമാണ്. റോമൻസ് ചാപ്റ്റർ 13 and verse 8. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. Owe no man anything
അത് വളരെ വ്യക്തമായ ഒരു കൽപ്പനയാണ്. പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതുകയാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്ന കാര്യത്തിലെ ആ കടമുണ്ടാകാവൂ. ആ കാര്യത്തിൽ മാത്രം ഒരു കടം അനുവദിച്ചിട്ടുണ്ട്. അന്യോന്യം സ്നേഹിക്കുന്നത് ഒഴികെ ആരോടും സാമ്പത്തികമായി അല്ലെങ്കിൽ ഭൗതികമായി ഒന്നും കടംപെട്ടിരിക്കരുത്. അതിൽ സംശയം വല്ലതും ഉണ്ടോ? ആ വചനത്തിൽ അവ്യക്തത വല്ലതും ഉണ്ടോ? നിങ്ങളൊന്നും കടംപെട്ടിരിക്കരുത്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ദൈവം നൽകിയ നിങ്ങളുടെ ധനം കൊണ്ട് ജീവിക്കുക, നിങ്ങളുടെ റിസോഴ്സസ് ഉപയോഗിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ഈ വാക്യം നാം ആരും മറന്നു പോകരുത്. റോമൻസ് 13:8. അന്യോന്യം ആരോടും നിങ്ങളൊന്നും കടംപെട്ടിരിക്കരുത്. നിങ്ങൾക്കുള്ള വരുമാനത്തിൽ ജീവിക്കുവാൻ ശ്രമിക്കുക. അടുത്ത വാക്യം സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 7-ാം വാക്യമാണ്. Proverbs chapter 22:7. ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവന് ദാസനായിത്തീരുന്നു. അതൊരു സത്യമാണ്. നിങ്ങൾ ആരോടെങ്കിലും വായ്പ വാങ്ങിയാൽ അയാൾ യജമാനനും നിങ്ങൾ ദാസനുമായിരിക്കുന്നു. മനുഷ്യർക്ക് ദാസന്മാരായിരിക്കരുത്. നിങ്ങൾ കടം വാങ്ങി വായ്പ വാങ്ങി ജീവിക്കുവാൻ ആഗ്രഹിക്കരുത്. അത് ദൈവം ആഗ്രഹിക്കുന്നു. ഇനിയും ആവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ യഹൂദന്മാർക്ക്, ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം കൊടുത്ത കൽപ്പനകളിൽ വായ്പ വാങ്ങി ജീവിക്കുന്നത് ശാപകരമായ ഒരവസ്ഥയാകുന്നു എന്നാണ് ഇസ്രായേൽ ജനങ്ങളോട് ദൈവം പറയുകയുണ്ടായത്. നമുക്ക് ആ വചനം കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 12, 15, 44 ഈ 3 വചനങ്ങൾ വായിക്കാം. ഡ്യൂട്രോണോമി ചാപ്റ്റർ 28 വേഴ്സസ് 12, 15 ആൻഡ് 44. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും. അവർ നിനക്ക് വായ്പ തരും, അവന് വായ്പ കൊടുപ്പാൻ നിനക്ക് ഉണ്ടാകുകയില്ല. അവൻ തലയും നീ വാലുമായിരിക്കും. ഈ വചനങ്ങളും വളരെ വ്യക്തമാണ്. വളരെ ഖണ്ഡിതമായി വ്യക്തമായി ദൈവം യഹൂദന്മാരോട്, ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞു, നീ വായ്പ വാങ്ങുകയില്ല. അത് അനുഗ്രഹത്തിൻ്റെ ഒരു വചനമാണ്. നീ വായ്പ വാങ്ങുകയില്ല. നിനക്ക് അനേകം ജനതകൾക്ക് വായ്പ കൊടുക്കുവാനുള്ള സമ്പത്ത് ദൈവം നിനക്ക് തരും. എന്നിട്ട് 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ നിന്നോട് പ്രമാണിച്ച ഈ കൽപ്പനകൾ നീ കാര്യമായിട്ട് എടുക്കാതെ ഇരുന്നാൽ, പ്രമാണിച്ച് നടക്കാതെ ഇരുന്നാൽ നിനക്കൊരു ശാപമായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ശാപങ്ങളുടെ ലിസ്റ്റിലാണ് 44-ാം വചനം പറയുന്നത്, നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ നിങ്ങൾക്ക് വായ്പ ഇങ്ങോട്ട് തരും. നിനക്ക് വായ്പ വാങ്ങേണ്ടി വരും, പക്ഷേ അവൻ അങ്ങോട്ട് വായ്പയായിട്ട് കൊടുക്കുവാൻ നിനക്കൊന്നും സ്വത്ത് ഉണ്ടാവുകയില്ല. അവൻ തലയായിരിക്കും, നീ വാൽ ആയിരിക്കും. അതൊരു ശാപത്തിൻ്റെ വചനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, വായ്പ വാങ്ങി കടക്കാരായി ജീവിക്കേണ്ടി വരുന്നത് അനുഗ്രഹകരമായ ഒരു കാര്യമല്ല, അത് ശാപകരമായ ഒരു അവസ്ഥയാകുന്നു എന്നാണ് പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനങ്ങളോട് സംസാരിച്ചത്, പഠിപ്പിക്കുന്നത്. ഈ വായ്പയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ പ്രധാനമായിട്ടും ഈട് കൊടുക്കാതെയുള്ള വായ്പകളെക്കുറിച്ചാണ്. അൺസെക്യൂർഡ് ലോൺസ്. നിങ്ങളൊരു ലോൺ എടുക്കുന്നു, നിങ്ങൾ ബാങ്കിൽ പോയൊരു ലോൺ എടുക്കുന്നു, സ്വർണം പണയം വെക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ഒരു ഡെപ്പോസിറ്റിൻ്റെ രസീത് അവിടെ കൊടുത്തിട്ട് അതിൻ്റെ ഈടിന്മേൽ വായ്പ എടുക്കുന്നു. അത് ശരിയാണ്, അങ്ങനെ ചെയ്യാം. മറ്റെന്തെങ്കിലും വസ്തു പണയപ്പെടുത്തി, വീട് പണയപ്പെടുത്തി, അല്ലെങ്കിൽ വാഹനം പണയപ്പെടുത്തിയൊക്കെ ഈ ലോൺ എടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ തെറ്റില്ല. എന്നാൽ ദൈവവചനം വിലക്കുന്നത് ഈട് കൊടുക്കാതെ, സെക്യൂരിറ്റി കൊടുക്കാതെ എടുക്കുന്ന കൈവായ്പകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അൺസെക്യൂർഡ് ലോൺസിനെ കുറിച്ചാണ്. അത് ശാപകരമാകുന്നു എന്ന് തിരുവെഴുത്ത് പറഞ്ഞത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം. അങ്ങനെ നിങ്ങൾ വായ്പ വാങ്ങുമ്പോൾ, ഈട് കൊടുക്കാതെ വായ്പ വാങ്ങുമ്പോൾ, കൈവായ്പകൾ നിങ്ങൾ വാങ്ങി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തിരുവെഴുത്തിനെ നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അനുഗ്രഹമല്ല, ശാപമാണ് വരുന്നത്. മാത്രമല്ല, നിങ്ങൾ ഭാവിയിൽ ഞാനിത് കൊടുത്ത് വീട്ടിക്കൊള്ളാം എന്നുള്ള ഒരു ധാരണയിലാണ് ഈ കൈവായ്പയൊക്കെ വാങ്ങിക്കുന്നത്. ഞാൻ
ഒരു മാസം കഴിഞ്ഞ് തന്നുകൊള്ളാം, ഒരു വർഷം കഴിഞ്ഞ് തന്നുകൊള്ളാം, അല്ലെങ്കിൽ 12 മാസങ്ങൾ കൊണ്ടോ 5 വർഷം കൊണ്ടോ തിരിച്ചു തരാം എന്നൊക്കെ പറയുമ്പോൾ ഭാവിയിലേക്ക് നോക്കി നിങ്ങൾ ഒരു പ്രതീക്ഷയോടെ ഇങ്ങനെയുള്ള ഭാവിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. പക്ഷേ ഭാവിയിൽ എന്താ വരാൻ പോകുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുമോ, തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 2 വചനങ്ങൾ വായിക്കാം. സദൃശവാക്യങ്ങൾ 27-ാം അധ്യായം 1-ാം വചനം ആദ്യം വായിക്കാം. Proverbs 27 verse 1. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നാളെ ഞാൻ വായ്പ തിരിച്ചടച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് കൈവായ്പ വാങ്ങരുത്. ഈടില്ലാത്ത വായ്പകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കണമേ. അടുത്ത വചനം യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വചനം. ജെയിംസ് ചാപ്റ്റർ 4 verse 13. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. ഇവിടെ വായിക്കാം. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. യാക്കോബ് പറയാണ്, നിങ്ങളുടെ ഭാവിയിലേക്ക് നോക്കി നിങ്ങൾ പ്രശംസിച്ച് ഭാവിയിൽ ഞാൻ അടച്ചു തീർക്കാമെന്ന് പറഞ്ഞ് ഭാവിയെക്കുറിച്ച് നോക്കി പ്രസ്യൂം ചെയ്ത് ഒന്നും ചെയ്യണ്ട. നാളെ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമോ, നാളെ ജീവിച്ചിരിക്കുമോ എന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഈടില്ലാത്ത, സെക്യൂരിറ്റി കൊടുക്കാത്ത ലോൺ എടുക്കരുത് എന്നുള്ളതാണ് ഇവിടെയൊക്കെ നാം മനസ്സിലാക്കുന്നത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് പണം നിഷേധിക്കുന്നത്, എനിക്കെന്തുകൊണ്ടാണ് പണം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് എന്ന് സ്വയം പരിശോധിക്കുവാൻ നിങ്ങൾ സമയമെടുക്കേണ്ടതിന് പകരം ഓടിപ്പോയി ലോൺ എടുത്ത് കാര്യം നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധനാ വിധേയമാക്കുവാൻ, എന്തുകൊണ്ടാണ് സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടായത് എന്ന് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു. അതുകൊണ്ട് ഞെരുക്കം വരുമ്പോൾ, എല്ലാവർക്കും ഞെരുക്കം വരാം, സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി, കർത്താവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ദൈവത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കാനും അതിനുള്ള മറുപടി കണ്ടെത്തുവാനും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനിയും നമുക്ക് നോക്കാം. അപ്പോസ്തലനായ പൗലോസോ പത്രോസോ ദൈവദാസന്മാരോ ഒക്കെയും അവർക്കുള്ള വരുമാനത്തിൽ ജീവിക്കുന്നവരായിരുന്നു. പലവട്ടം പട്ടിണി കിടക്കേണ്ടി വന്നു എന്ന് പൗലോസ് പറയുന്നു. പക്ഷേ അന്നേരം ഒന്നും താൻ വായ്പ വാങ്ങി ജീവിച്ചതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവദാസന്മാരാരും ഇങ്ങനെ വായ്പ വാങ്ങി ജീവിക്കുന്നവർ ആയിരുന്നില്ല എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, നാം വായ്പ വാങ്ങി ജീവിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള നമ്മുടെ ആ ഒരു സാധ്യത കുറഞ്ഞു വരുന്നു. ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുവാനും ആശ്രയിക്കുവാനും നമുക്ക് കഴിയാതെ നമ്മുടെ വിശ്വാസം ബലഹീനമായി പോകുന്നു. ഞെരുക്കങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി ലോൺ എടുത്ത് പണം മറിച്ച് കാര്യങ്ങൾ നടത്തുക എന്നുള്ള ആ ചിന്താഗതിയിൽ നിന്നും എല്ലാ ദൈവമക്കളും ഒഴിഞ്ഞ് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാം. അതായത്, നാം ഓരോരുത്തരും ദൈവം നൽകിയ സാമ്പത്തികമായ സ്ഥിതിയിൽ നമ്മുടെ വരുമാനത്തിൻ്റെ ആ പരിധിക്കുള്ളിൽ ജീവിക്കുവാൻ നാം അഭ്യസിക്കേണ്ടത് ആവശ്യമാണ്. ലേൺ ടു ലിവ് വിത്തിൻ യുവർ ഇൻകം. ഒരു വചനം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ഫിലിപ്പിയർ 4-ാം അധ്യായം 12-ാം വചനം. ദ ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 verse 12 വായിക്കാം. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും തൃപ്തിയോടെ ഇരിക്കുവാൻ എനിക്കറിയാം. ഞെരുക്കം വന്നാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ജീവിക്കാൻ എനിക്കറിയാം. ഞാനത് വായ്പ വാങ്ങി പെട്ടെന്ന് കാര്യം സാധിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നമ്മെ ഈ കാര്യങ്ങളിൽ നയിക്കട്ടെ. നമുക്കുള്ള പണം, നമ്മുടെ കയ്യിൽ പണം വരുമ്പോൾ അല്പം മിച്ചം വെക്കുകയും ഭാവിക്കായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി അല്പം പണം മാറ്റിവെക്കുവാനായിട്ടും എല്ലാ സഹോദരങ്ങളും പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തെറ്റായ രീതിയിലുള്ള പണത്തിൻ്റെ ഏർപ്പാടുകൾ, മണി ചെയിൻ, ഗാംബ്ലിങ്, ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്, ചിട്ടിക്ക് ചേരുക, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള തെറ്റായ രീതികൾ നമ്മുടെ ഇടയിലുണ്ട്. ചിട്ടി ചേർന്നിട്ട് നേരത്തെ ചിട്ടി വിളിച്ച് അതൊരു തരം വായ്പയാണ്. അത് പലപ്പോഴും അത് കൈവായ്പ പോലെയാണ് വരുന്നത്. എന്നാൽ അതിന് നാം സെക്യൂരിറ്റി കൊടുക്കാതെയാണ് ചിട്ടി പിടിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കർത്താവാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ കർത്താവ് പണം വായ്പ വാങ്ങുമായിരുന്നോ? കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.